സോ വെൽക്കം ബാക്ക് ഓൾ ഗൈസ്. അപ്പം നമ്മൾ ഇന്ന് നമ്മുടെ സെഡക്സ് സ്കൂബിയുടെ വെർഷൻ 2 ലോഡറുമായിട്ടാണ് ഗൈസ് വന്നിരിക്കുന്നത്. സെഡക്സ് സ്കൂബിയുടെ ലോഡറാണ് ഗൈസ്. അതിന് കുറച്ച് ആപ്സ് വേണം, MD മാനേജർ വേണം, പ്ലേ സ്റ്റോർ വേണം, പിന്നെ ഫ്രീ ഫയർ മാക്സോ ആണ്. നിങ്ങളുടെ കയ്യിൽ ഏതാണുള്ളത് അതെടുക്കാം. പിന്നെ നമ്മുടെ സ്വന്തം ഇത് വെർഷൻ 2 വേണം. എന്നിട്ട് നമുക്ക് നേരെ വെർഷൻ 2 ക്ലിക്ക് ചെയ്യാം. വെർഷൻ 2 ക്ലിക്ക് ആക്കിയിട്ടുണ്ട്. അപ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് ആഡ് എന്ന് പറയുന്ന സാധനം വരും. അതുകൊണ്ട് ഇവിടെ ആയിട്ട് വരും ഗൈസ്, ഇവിടെ ആയിട്ട് വരുന്നതായിരിക്കും ഗൈസ്. അതിൻ്റെ അകത്തോട്ട് ക്ലിക്ക് ആക്കാം. അപ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇവിടെ ഫ്രീ ഫയർ മാക്സോ അല്ലെങ്കിൽ ഫ്രീ ഫയർ കാണാൻ പറ്റും. ഇതിൻ്റെ അകത്ത് ഞാൻ ഇപ്പോൾ ഫ്രീ ഫയർ മാക്സ് ആണ് എടുക്കുന്നത്. എനിക്ക് ഫ്രീ ഫയറിൻ്റെ അകത്ത് ഇത് കിട്ടത്തില്ല ഗൈസ്. ഫ്രീ ഫയറിൻ്റെ അകത്ത് ലോഗിൻ ആവാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് എൻ്റെ നെറ്റില്ല ഗൈസ്, നെറ്റ് സ്പീഡ് കുറവുണ്ട്. അതിൻ്റെ അകത്ത് ലോഗിൻ ആവാൻ പറ്റത്തില്ല ഗൈസ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ലോഗിൻ ആവാൻ പറ്റുമെങ്കിൽ എനിക്ക് ലോഗിൻ ആവാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ഫ്രീ ഫയർ മാക്സ് എടുക്കുന്നത്. അതിൻ്റെ അകത്തോട്ട് സെലക്ട് ചെയ്യുക ഗൈസ്. സെലക്ട് ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ ആയിട്ട് കണ്ടോ ഒന്നുകൂടെ കാണിച്ചു, ഇവിടെ ആയിട്ട് നമുക്കൊരു സാധനം കാണാൻ പറ്റും. 1 സെക്കൻഡ് ഗൈസ്. ഇവിടെ നിന്നാണ്ട് ഈ ഒരു സാധനം കണ്ടോ, ഈ ഒരു സെലക്ട് ബട്ടൺ ഉണ്ടോ, അത് വരും ഗൈസ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നേരെ കണ്ട് ഈ സാധനത്തിലോട്ട് ക്ലിക്ക് ആക്കാം ഗൈസ്. ഒന്നും കൂടെ ചെയ്താൽ അപ്പോഴത്തേക്കും ആ സാധനത്തിലോട്ട് ക്ലിക്ക് ആക്കുമ്പോഴത്തേക്കും ഇത് സെലക്ട് ചെയ്യുക. ഇത് സെലക്ട് ചെയ്തിട്ട് അതുകൊണ്ട് ഇവിടെ ആയിട്ട് ഒരു സാധനമുണ്ട്, അതുകൊണ്ട് ആഡ് ആപ്പ് വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ആപ്പാണ് ഞാൻ ഇപ്പോൾ ആഡ് ചെയ്യുന്നത്. അപ്പം ആ ആഡ് ആപ്പിലോട്ട് കൊടുക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് ഫ്രീ ഫയർ കാണാൻ പറ്റും ഗൈസ്. ഇപ്പം ഞാൻ ഒരു വട്ടം കൂടെ ആഡ് ചെയ്തുകൊണ്ടാണ് ഗൈസ്. ആഡ് ചെയ്ത് മാറ്റണമെങ്കിൽ അതിൻ്റെ അകത്ത് ഒരു 2 സെക്കൻഡ് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഡിലീറ്റ് ആണ് ഗൈസ്. അതിനെ ഡിലീറ്റ് ചെയ്താൽ മതി. അപ്പോഴത്തേക്ക് നമ്മൾ സാധനം ഇവിടെ വന്നിട്ടുണ്ട്. ഇനി അപ്പോൾ ആ ഫ്രീ ഫയറിലോട്ട് നമ്മൾ ക്ലിക്ക് ചെയ്യണം ഗൈസ്. ഫ്രീ ഫയറിലോട്ട് ക്ലിക്ക് ചെയ്യുക ഗൈസ്. ഫ്രീ ഫയർ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമുക്ക് ലോഡായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഗൈസ് കണ്ടോ ഗൈസ്, പാനലുണ്ടോ, ഇതാണ് ഗൈസ് നമ്മുടെ പാനല്. സെഡക്സ് സ്കൂബി വെർഷൻ എയിംബോട്ട് ബൈപ്പാസ് വെർഷൻ 1 എന്നാണ് കൊടുത്തേക്കുന്നത്. അത് 1 അല്ല, വെർഷൻ 2 ആണ്. ചെറുതായിട്ടൊന്ന് സ്പെല്ലിങ് തെറ്റിപ്പോയതാണ് ഗൈസ്. അപ്പം നമ്മുടെ സാധനം താണ്ട് ഇവിടെ കിടപ്പുണ്ട് ഗൈസ്. അപ്പം ഇനി അപ്ഡേറ്റ് കൊടുക്കുക ഗൈസ്. അപ്ഡേറ്റ് ക്ലിക്ക് ചെയ്ത് ലോഗിൻ ആവുക ഏതെങ്കിലും ഒരു അക്കൗണ്ടിൽ. വെർഷൻ 3 ഇറങ്ങുന്നതായിരിക്കും. അതിന് നിങ്ങൾ ഈ വീഡിയോയ്ക്ക് ഒരു 2 ലൈക്ക് തരിക ഗൈസ്. 2 ലൈക്ക് തരിക. പിന്നെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ആകുക. ആണ്ട് ഇവിടെ കിടപ്പുണ്ട്. ഇത് ആൻറ്റി ബാൻ അല്ല, ഫുൾ ആൻറ്റി ബാൻ അല്ല. ഒരു കളി കഴിയുമ്പോൾ ബാൻ കിട്ടുന്നുണ്ട്. നിങ്ങളുടെ സെർവർ ബംഗ്ലാദേശ് സെർവർ ആണെങ്കിൽ സെറ്റാകും ഗൈസ്. ബംഗ്ലാദേശ് അല്ലെങ്കിൽ പണി കിട്ടും. എന്നിട്ട് നമ്മൾ നേരെ ഈ ഓക്കെയിലോട്ട് ക്ലിക്ക് ചെയ്യുക. അറിയായിരിക്കും ലോഗിൻ ആവാൻ. അപ്പം ഞാൻ ലോഗിനായിട്ട് വരാം ഗൈസ്. അപ്പോൾ ഗൈസ് ഞാനൊരു ഗസ്റ്റ് ഐ ഡിയിലോട്ടാണ് ഗൈസ് ലോഗിൻ ആയത്. ഇപ്പോൾ കൺഫേം എടുത്ത് ലോഗിൻ ആയിട്ടുണ്ട്. ഗസ്റ്റ് ഐ ഡി ആണ് ഗൈസ് ഇത്. അത് കഴിഞ്ഞ് നമ്മുടെ പാനലിവിടെ കിടപ്പുണ്ട് ഗൈസ്. ഒരു കളി കഴിയുമ്പോൾ ബാൻ കിട്ടും. അടുത്തത് നമ്മൾ പാനലാണെങ്കിൽ ഇതായിട്ട് എടുക്കാം ഗൈസ്. ആൻറ്റി ബാൻ പാനൽ വരുന്നുണ്ട്. അതാണ് വെർഷൻ 3 ആണ്. വെർഷൻ 3 ആൻറ്റി ബാനാണ് ഗൈസ്. അപ്പം നമ്മൾ കയറിയിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് ESP ഉണ്ട്, എല്ലാം ഉണ്ട്. ഇതിൻ്റെ അകത്ത് കുറച്ച് സാധനങ്ങൾ മാത്രമേ നിങ്ങൾ ഓണാക്കാവൂ. നമ്മളപ്പോൾ കണ്ണെടുക്കാൻ പോകുന്നുണ്ട്. ബാൻ കിട്ടാൻ സാധ്യത ഉണ്ടാവുന്നതാണ് ഞാൻ ഒന്നിപ്പോൾ ഓൺ ചെയ്യാത്തത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ വിഷ്വലി പോയി ESP ലൈനും ഡിസ്റ്റൻസ് ഉണ്ട്. എയിം ബോർഡിൻ്റെ അകത്ത് ഫോഗും മാത്രം എയിം ബോർഡിക്കും. നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് ആ ഫ്രീ ഫയർ കാണും. ഫ്രീ ഫയർ നേരത്തെ ഡിലീറ്റ് ആക്കിയ പോലെ ഡിലീറ്റ് ആക്കുക. അത്ര സാധനം ഓണാക്കണ്ട. എയിം ബോർഡ് മാത്രം നിങ്ങൾ ഓണാക്കുക. ഞാൻ ഒരു വട്ടം കൂടെ കാണിച്ച് തരാമാണെങ്കിൽ. എന്നിട്ട് പിന്നെ ഇതിൻ്റെ ആഡ് ആപ്പ് ക്ലിക്ക് ചെയ്യുക. അതാണ് ഫ്രീ ഫയർ കാണും. അങ്ങനെ നിങ്ങൾക്ക് കളിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ സെറ്റപ്പ് കണ്ടിട്ടോ ഗൈസ്. സെറ്റപ്പ് കണ്ടിട്ടോ ഗൈസ്.
സെറ്റപ്പിനായിട്ട് ആദ്യമേ നമ്മൾ MT മാനേജർ ഓപ്പൺ ആക്കുക ഗൈസ്. MT മാനേജർ ഓപ്പൺ ആക്കുക. ഇപ്പോൾ ഗൈസ് MT മാനേജർ ഓപ്പൺ ആക്കുക. അപ്പം എന്നിട്ട് ഡൗൺലോഡിൽ പോകാം ഗൈസ്. നിങ്ങൾ ഡൗൺലോഡ് ചെയ്തേക്കുന്ന എന്തോത്തിലും അതിൻ്റെ അകത്ത് തന്നെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും ഗൈസ്. അതിൻ്റെ അകത്ത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് MT മാനേജറാണോ എങ്ങനെയാണെന്ന് വരും ഗൈസ്. അപ്പോൾ നേരെ നമ്മൾ ഡൗൺലോഡിലേക്ക് പോകുന്നു ഗൈസ്. ഡൗൺലോഡിൽ പോകുന്നു. അതിൻ്റെ അകത്ത് ടെലിഗ്രാമിലാണ് ഞാൻ ഇപ്പോൾ ഡൗൺലോഡ് ചെയ്തിട്ടേക്കുന്നത്. അതിൻ്റെ അകത്ത് എയിംബോട്ട് എന്ന് പറയുന്നൊരു ഫയലുണ്ട്. അതിൻ്റെ അകത്താണ് നടക്കുന്നത്. അതാണ് ഗൈസ്, ഇതാണ് ഗൈസ് നമ്മുടെ പാനൽ. നേരെ കാണിച്ചു തരാം. ഇതാണ് ഗൈസ് നമ്മുടെ ISDEX Scooby വെർഷൻ 2 ആണ്. വെർഷൻ 1 അവിടെ കിടപ്പുണ്ട് ഗൈസ്. വെർഷൻ 1 അവിടെ ഉണ്ട്. വെർഷൻ 1 ഇതാണ്. വെർഷൻ 2 ഇതാണ് ഗൈസ്. അപ്പം ഞാൻ വെർഷൻ 2 ക്ലിക്ക് ചെയ്യുന്നു. എന്നിട്ട് ഇതിനകത്ത് ഇൻസ്റ്റാൾ കൊടുക്കുന്നു ഗൈസ്. ഇൻസ്റ്റാളിൽ ക്ലിക്ക് ചെയ്യുന്നു. എന്നിട്ട് ഞാൻ ഇപ്പോൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടേക്കുവാണ് ഗൈസ്. അതുകൊണ്ട് എനിക്കിപ്പോൾ ഇൻസ്റ്റാൾ ആക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് അപ്ഡേറ്റ് കൊടുക്കുക ഗൈസ്. ഇൻസ്റ്റാൾ കൊടുക്കുക ഗൈസ്. ഇവിടെയാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ഞാൻ ഇപ്പോൾ അപ്ഡേറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അപ്ഡേറ്റ് ആയിട്ടുണ്ട് ഗൈസ്. ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമുക്ക് നേരെ വൈറസ് കംപ്ലീറ്റ് ആയിട്ട് വരും. എന്നിട്ട് ഓപ്പൺ ആക്കുക ഗൈസ്. അല്ലെങ്കിൽ ബാക്ക് ഇറങ്ങിയിട്ട് ഓപ്പൺ ആക്കിയാലും മതി. അപ്പം ഇതാണ് നമ്മുടെ പാനലും എല്ലാം ഇവിടെ കിടപ്പുണ്ട്. ISDEX Scooby വെർഷൻ 2 എന്ന് പറഞ്ഞ കിടപ്പുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ബൈ ബൈ.